ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ കുക്കർ വെച്ച് കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് പട്ടയും ഏലക്കായും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ഏകദേശം മൂത്ത് വന്നതിന് ശേഷം ഒരു 1.5 സവാള ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടും. സവാളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 4 തക്കാളി മിക്സിയിലിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എരിവിനനുസരിച്ചിട്ടുള്ള സാദാ മുളകും പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയാണ്. അതുപോലെ തന്നെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുക. ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിക്കോണം. ഇപ്പം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണ്ടതിനും കുറച്ച് കൂടുതൽ തോന്നിക്കണം, എന്നാലാണ് നമുക്ക് അരിയിലേക്കൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് കുക്കർ അടച്ച് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അതേപോലെ തന്നെ കുക്കർ വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് അതിൽ 6 kg കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി. ഇത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.